ഏകദേശം 88 മണിക്കൂറിന് ശേഷം ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തിയ രണ്ട് ആണവ ശക്തികൾ തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിന് അറുതി വന്നിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ വരെ സംഘർഷം വളരെ മൂർച്ഛിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് നാടകീയമായി വൈകിട്ടോടുകൂടി ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്താൻ സമ്മതിച്ചിരിക്കുകയാണ്. ബുദ്ധിപരമായ നീക്കമാണ് ഇരു രാജ്യങ്ങളും നടത്തിയത്, അതിനവർ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പ്രസ്താവന വരികയും അതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ ഒരു പ്രസ്താവന, വളരെ ബ്രീഫായ വളരെ ഹ്രസ്വമായ ഒരു പ്രസ്താവന വരികയാണ്. വെടിനിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. മൂന്നാമതൊരു രാജ്യത്തിന് ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന കൂടിയായിരുന്നു കൗതുകരമായത്. നമ്മളിത് രാവിലെ കണ്ടത് വളരെ എസ്കലേറ്റ് ചെയ്യുന്ന ഒരു മൂഡായിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ മറ്റൊരു ലെവലിലേക്ക് ഒരു 10 മിസൈലൊക്കെ അയക്കുന്നൊരു കാര്യമുണ്ടായി. അപ്പം യുദ്ധം അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകുമെന്ന് നമ്മൾ ഭയന്നു. പാകിസ്ഥാൻ്റെ ആർമി കരസേന അതിർത്തിയിലേക്ക് വരുന്നു എന്ന വാർത്ത കേട്ടു. സംഘർഷം മൂർച്ഛിക്കുകയാണെന്ന് കേട്ടു. വളരെ ഓൾ ഓഫ് എ സഡൻ വളരെ അബ്രപ്റ്റായി എന്ന് പറയാൻ പറ്റില്ല, അതൊരു ശരിയായ വാക്കല്ലെങ്കിൽ കൂടി പെട്ടെന്ന് അത് ഡീഎസ്കലേറ്റ് ചെയ്യുന്നൊരു രീതി വന്നത്, പ്രത്യേകിച്ച് രണ്ട് പട്ടാള അധികാരികൾ തമ്മിൽ ഫോണിൽ സംസാരിച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചു എന്നാണ് പറയുന്നത്. സംസാരിച്ചുള്ളൊരു തീരുമാനമായിരുന്നു അതെന്ന് പറയുമ്പോൾ പോലും അതൊരു ഇത്രയും വലിയൊരു സംഘർഷം ഒരു രാഷ്ട്രീയ തീരുമാനമില്ലാതെ അവസാനിപ്പിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല. ഇതിനകത്തൊരു കുറേയേറെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരു അശാന്തിയുടെ രാത്രിക്ക് ശേഷം പുലർന്ന പകലിൽ പാകിസ്ഥാൻ ഒരു പേരിട്ട്, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട പോലെ പാകിസ്ഥാൻ ഓപ്പറേഷൻ ബെന്യാൻ അൽ മത്സൂസ് എന്നുള്ള ഒരു പേരിട്ട ഒരു ഓപ്പറേഷനും ചിക്കൻ നെക്കിലേക്ക് പട്ടാളത്തെ നീക്കിക്കൊണ്ട് വരികയോ ഒക്കെ ചെയ്യുന്ന കാഴ്ച കൊണ്ടാണ് നമ്മൾ ഉണർന്നത്. കൂടാതെ നമ്മൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ 6 or 7 എയർബേസുകൾ തകർത്തു, ലോഞ്ച് പാഡുകൾ, മിലിറ്ററി ലോഞ്ച് പാഡുകൾ തകർത്തു. അതിനുശേഷം ഇന്നത്തെ പകൽ പോലും ഷെല്ലിങ്ങും, ശ്രീനഗറിൽ 2 സ്ഫോടന ശബ്ദം കേട്ടു, ഇസ്ലാമാബാദിൽ നിരവധി സ്ഫോടനങ്ങളുണ്ടായി. അപ്പോൾ ഈ വാർത്തകൾക്കിടയിലാണ് വളരെ പെട്ടെന്ന് ഈ രീതിയിലുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപനവുമായി അമേരിക്ക രംഗത്ത് വരുന്നു. തൊട്ടു പിന്നാലെ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ അവർക്ക് അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു ബന്ധമില്ലെന്നും ഇന്ത്യ DGMO ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷനെ പാകിസ്ഥാൻ്റെ DGMO വിളിച്ച് 3:35 വിളിച്ച ശേഷം നമുക്ക് ഡീഎസ്കലേഷൻ ആവശ്യമാണെന്ന് അറിയിക്കുകയെന്ന് പറയുന്നു. ഇത് വീണ്ടും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, താൽക്കാലിക വെടിനിർത്തലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മിലിറ്ററി എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ മിലിറ്ററി നിൽക്കുന്നു. നേവി, എയർഫോഴ്സും ആ സ്റ്റേറ്റ് ഓഫ് പ്രിപ്പയർഡ്നെസ്, സ്റ്റേറ്റ് ഓഫ് അലേർട്ട്നെസ്സിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന് വൈകുന്നേരത്തെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ പത്രസമ്മേളനത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നം പഹൽഗാമിന് ശേഷം തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്ത സിന്ധു ജല കരാർ മരവിപ്പിക്കുകയാണ്. ആ കരാർ സ്റ്റിൽ സ്റ്റേസ് ഇൻ അബയൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ല രീതിയിലായി എന്ന് നമുക്ക് പറയാറായിട്ടില്ല. കാരണം ഇത്രയധികം തീവ്രമായി ഉണ്ടായ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഫയറും പരസ്പരം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എയർഫീൽഡുകളെ ലക്ഷ്യം വെക്കുകയും ഫത്തേ മിസൈൽ ഉപയോഗിച്ച് പാകിസ്ഥാൻ 400 കിലോമീറ്റർ ദൂരെയുള്ള വസ്തുവിനെ നശിപ്പിക്കാനുള്ള ഫത്തേ മിസൈൽ ഡൽഹി ലക്ഷ്യമാക്കി അയച്ചു എന്നാണ് പറയുന്നത്. ഹരിയാനയ്ക്ക് മുകളിൽ വെച്ച് ആ മിസൈലിനെ ഇന്ത്യ നിർവീര്യമാക്കുമായിരുന്നു. അപ്പോൾ അത്രയും ഇൻറ്റൻസായ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഫയറിന് ശേഷം പെട്ടെന്ന് ഒരു സീസ് ഫയർ വരുമ്പോൾ അതിന് പിന്നിൽ എന്ത് എന്ന് ധാരാളമായ ആളുകൾക്കൊരു സംശയമുണ്ട്. എന്താണ് അതിന് പിന്നിൽ വന്നിരിക്കുന്നത് എന്നുള്ളത്. ആ വസ്തുതയിലേക്കായിരിക്കും ഒരു പക്ഷേ ഈ രാത്രിയും നാളെയുമായിട്ട് നമുക്ക് അറിയേണ്ടി വരുന്നത്. അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ കാണേണ്ടതും കാത്തിരിക്കേണ്ടതും ഈ രാത്രിയിൽ ഏതെങ്കിലും രീതിയിലൊരു വയലേഷൻ ഉണ്ടാവുമോ എന്നും, അങ്ങനെയാണെങ്കിൽ അതിതീവ്ര പ്രതികരണത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടോ എന്നുമാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. ഇത് വളരെ ഒരു നാടകീയമായൊരു നീക്കമാണ്. സാധാരണ രീതിയിലൊരു ഡീഎസ്കലേഷൻ നടക്കാറുള്ളത് ഒരു 3-4 തവണ ചർച്ചകൾക്കൊക്കെ ശേഷമാണ്. സ്വാഭാവികമായിട്ട് ഏതൊരു സംഘർഷത്തിലും അങ്ങനെയാണ്. നിരവധി ചർച്ചകൾക്ക് ശേഷം എന്തായാലും ഒരു യുദ്ധ സമയത്ത് പോലും ഒരു പാർലേസ് ഉണ്ടാവാറുണ്ട്, ഒരു ഫ്ലാഗ് ടോക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് വളരെ പെട്ടെന്നുള്ളൊരു, നേരത്തെ എഡിറ്റർ പറഞ്ഞ പോലെ ഓൾ ഓഫ് എ സഡൻ ഇത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് വളരെ ഒരു സസ്പെൻസ്ഫുള്ളായൊരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഹരി, അതായത് ഇതുവരെ കാശ്മീർ ഇഷ്യൂവിൽ നമ്മളൊരു മൂന്നാം ശക്തി ഇടപെടുത്തിയിരുന്നില്ല. അപ്പോൾ മൂന്നാമതൊരു രാജ്യമോ ഒരു ഏജൻസിയോ കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ്
ഇന്ത്യ എക്കാലത്തും നമ്മൾ ഏത് കാലത്തും അതേ നിലപാടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അമേരിക്ക വന്നിട്ട് ഞങ്ങൾ ഒരു രാത്രി നീണ്ട മീഡിയേഷന് ശേഷം രണ്ട് രാജ്യത്തെയും ഞങ്ങൾ സമ്മതിപ്പിച്ചു. കോമൺ സെൻസ് പ്രിവെയിൽഡ് എന്നാണ്. ഏറ്റവും കൂടുതൽ കോമൺ സെൻസോടുകൂടി ഈ പ്രശ്നത്തെ എന്നും അപ്രോച്ച് ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ പെട്ടെന്ന് ട്രംപ് കോമൺ സെൻസ് പഠിപ്പിച്ചു എന്നുള്ള രീതിയിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി, വേറൊരു രാജ്യം ഉൾപ്പെട്ടില്ല എന്ന ഒരു ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് അപ്പുറത്ത് എന്താണ് കൃത്യമായിട്ട് അമേരിക്കയുടെ ക്ലെയിമിന് പിന്നിൽ എന്താണ്, അവർ ഏത് രീതിയിലാണ് ഇടപെട്ടെന്ന് അവകാശപ്പെടുന്നത്, അത് തെറ്റെങ്കിൽ തെറ്റ് എന്ന് ഉറക്കെ പറയാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. ഇത്തരമൊരു രാഷ്ട്രീയമായ തീരുമാനം എന്തടിസ്ഥാനത്തിലാണ് എടുക്കേണ്ടി വന്നത് എന്നൊരു വിശദീകരണം അവർ തീർച്ചയായും രാജ്യത്തിന് മുമ്പിൽ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യമായ രാജ്യമായ ഇന്ത്യയിൽ പ്രത്യേകിച്ചും, പാകിസ്ഥാന് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിലൊരു ഈ ട്രംപിൻ്റെ ഒരു പ്രസ്താവന വളരെ രസകരമായി കോമൺ സെൻസ് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒട്ടും കോമൺ സെൻസ് ഇല്ലാതെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തീരുമാനിച്ച് അവർ സമ്മതിച്ച് പറയേണ്ട ഒരു കാര്യത്തെ ട്രംപ് റാഞ്ച് ചെയ്തു. അതിൽ ഒരു 3-4 കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രീ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞില്ല, പോസ്റ്റ് കണ്ടീഷൻസും പറഞ്ഞില്ല. സിന്ധു നദി ജലകരാറിന് ജലം വിട്ടുകൊടുക്കാമെന്നുള്ള സമ്മതിച്ചില്ല. മറ്റ് നമ്മുടെ എയർ സ്പേസിൻ്റെ കാര്യത്തിലും ഒന്നും പറഞ്ഞിട്ടില്ല. 12-ാം തീയതി വീണ്ടും ഒരു കാര്യം 12-ാം തീയതി വീണ്ടും ഒരു വിശദമായ ചർച്ച നടക്കുന്നുണ്ട്. 12 മണിക്ക് അതും രണ്ട് DGMOകൾ തമ്മിൽ. അതെ. അപ്പോൾ അതും ഒരു രാഷ്ട്രീയമായ ഒരു ചർച്ചയല്ല, ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ചർച്ചയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വന്നേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഴയ ഇന്ത്യ അല്ല, പുതിയ ഇന്ത്യ. ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ നമ്മൾ ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനോട് പോയി നിങ്ങൾ സംയുക്തമായ ഒരു അന്വേഷണത്തിന് തയ്യാറായി വരൂ, ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു അനവധി നാളുകൾ പിറകെ നടക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നുള്ളൊരു ശക്തമായ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ പ്രഖ്യാപിച്ചു. ഈ വെടിനിർത്തലിന്റെ വാർത്ത പുറത്തു വരുന്നതിന് മുമ്പ് ഇന്ത്യയുടേതായ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇനി ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ അത് ഇന്ത്യക്ക് നേരെയുള്ള യുദ്ധമായി ഇന്ത്യ കരുതുമെന്നും ആ യുദ്ധത്തിലേക്ക് ഇന്ത്യ എടുത്തു ചാടുമെന്നും ഒന്നിനും കാത്തിരിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷമാണ് വെടിനിർത്തലിന്റെ വാർത്ത പുറത്തു വന്നത്. അപ്പോൾ പാകിസ്ഥാനൊരു അന്ത്യശാസനം ഇന്ത്യ നൽകിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ കൂടുതൽ മെച്യൂറായ രാജ്യം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിലെല്ലാം എൻ്റെ കൊളീഗ് ഹരിയുമായിട്ടും നിലീനയുമായുള്ള ചർച്ചകളിലെല്ലാം നമ്മൾ പറഞ്ഞൊരു പോയിൻ്റുണ്ട്. അശാന്തമായ ഒരു പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യക്ക് ശാന്തി നൽകുന്നില്ല, ഇന്ത്യയുടെ ഫ്യൂച്ചറിന് നല്ലതല്ല. കാര്യം ആ അശാന്തിയിൽ പാകിസ്ഥാൻ ഒരു ഇംപ്ലോഡ് ചെയ്താൽ ആ ഇംപ്ലോഷനിൽ അവിടെ കടന്നു കയറി വരുന്ന ശക്തികൾ ഏതൊക്കെയെന്ന ആശങ്ക ഇന്ത്യക്കാണ് കൂടുതൽ വേണ്ടത് എന്നൊക്കെ ഞങ്ങൾ ഇവിടെ അഭിപ്രായപ്പെട്ടു. അതേ ടൊണാലിറ്റിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ലാരിറ്റി വേണം. കാര്യം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു യുദ്ധ 88 മണിക്കൂറാണ് കഴിഞ്ഞു പോയത്. പരസ്പരം ആരാധനകളെ ആക്രമിച്ചു എന്ന രീതിയിൽ പോലും വാർത്തകൾ പ്രചരിപ്പിച്ച് ഇരു രാജ്യത്തെയും ജനങ്ങളെ ഭയചകിതരാക്കുകയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഡൻലി വെടിനിർത്തുമ്പോൾ ആ ഊഹാപോഹങ്ങൾക്ക് ഇട നൽകാതെ അതിൻ്റെ ഒരു ക്ലാരിറ്റി രണ്ട് രാജ്യവും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇരു രാജ്യങ്ങളും പറയേണ്ടതുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിന് കൂടുതൽ ക്ലാരിറ്റി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യാജ വാർത്തകളുടെ ഒരു പ്രൊപ്പഗാൻഡ പെരുമഴയായിരുന്നു കഴിഞ്ഞ ഒരു ദിവസങ്ങളായി നടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കാനുള്ളത്, യുദ്ധത്തിന് പുറമെ ഒരു ആക്ച്വൽ വാറിന് പുറമെ ഇത്തരമുള്ളൊരു ഫേക്ക് ന്യൂസുകളുടെ അല്ലെങ്കിൽ ഒരു തെറ്റായ വിവരങ്ങളുടെ ഒരു ഫ്ലഡിങ്, ഹാക്കിങ്ങുകൾ, ഇതൊക്കെയായിരിക്കും ഇനി ഭാവിയിലും നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സന്ദേശം കൂടിയാണത്. പോസിറ്റീവും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രസ്താവന ഇന്ത്യ നടത്തുകയുണ്ടായി. ഇനി ഇന്ത്യക്കെതിരെ നടത്തുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും ഞങ്ങളൊരു യുദ്ധപ്രഖ്യാപനമായി കാണും എന്ന് നടത്തും. ആ അർത്ഥത്തിൽ നമുക്കൊരു ഫ്രണ്ട് ഫുട്ട് അല്ലെങ്കിൽ ഒരു ഫുട് ഹോൾഡ് അവിടെ കിട്ടി എന്നാണ് ഒരു നിരീക്ഷകർ കരുതുന്നത്. കാരണം വെച്ചാൽ വെടിനിർത്തൽ വന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ ഏതെങ്കിലും കവേർട്ട് രീതിയിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉപയോഗിച്ച് ഇന്ത്യയിലെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി നടക്കുമെന്ന ഒരു വളരെ എഗ്രസീവായ സ്റ്റാൻഡ് വെച്ചുകൊണ്ട് നമ്മൾ പിൻവാങ്ങി അല്ലെങ്കിൽ നമ്മൾ തൽക്കാലം വെടിനിർത്തി എന്നുകൂടി നമുക്ക് കരുതിക്കൂടെ? തീർച്ചയായിട്ടും കരുതാം. ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരിക്കൽ കൂടി ഞങ്ങൾ ക്ഷമിക്കുന്നു എന്നുള്ള രീതിയിൽ കരുതാവുന്നതാണ്. പക്ഷേ ഇതിനു മുമ്പ് നമ്മുടെ ഈ യുദ്ധസമാനമായ സാഹചര്യം വന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ പത്രസമ്മേളനം തുടങ്ങിയ ആ വിഷ്വൽ ഹരിയെന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ അവരിരുന്നപ്പോൾ, അതായത് ഫോറിൻ സെക്രട്ടറിയും കേണൽ ഖുറേഷിയും വിംഗ് കമാൻഡർ സിംഗും ഇരുന്നതിന് പിന്നിൽ ഉള്ള ആ വീഡിയോ ബോർഡിൽ എഴുതി വന്ന എന്തായിരുന്നു? അക്കമിട്ട് ഇന്ത്യയിൽ നടന്ന എല്ലാ ഭീകരാക്രമണങ്ങളും അക്കമിട്ട് കാണിക്കുകയും 360ഓളം മരണങ്ങളുണ്ടായി എന്ന് പറയുകയും അതിൽ പിന്നെ ഒപ്പം തന്നെ അവർ ആ വീഡിയോ ഡിസ്പ്ലേ അവസാനിച്ചത് എങ്ങനെയായിരുന്നു? 3 കുത്തിട്ട ശേഷം നോ മോർ, ഇനിയില്ല എന്നൊരു പ്രഖ്യാപനത്തോടെയാണ് ഇന്ത്യ ഈ ഒരു സ്കർമിഷിലേക്ക് എടുത്തു ചാടുന്നതും നമ്മൾ പ്രതികരിക്കുന്നതും. ശക്തമായി തന്നെ ഇന്ത്യ പ്രതികരിക്കുകയായിരുന്നു.
പാകിസ്ഥാന് റിട്ടാലിയേറ്റ് ചെയ്തു. പക്ഷേ അതിലേറെ 10 മടങ്ങ് ഫയർ പവറോടെ ആണ് ഇന്ത്യ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ മെച്യൂറായിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്തു വന്നും ഒരു ലാസ്റ്റ് വാർണിംഗ് കൊടുത്തു വന്നും ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ നമ്മൾ നോക്കി നിൽക്കില്ല എന്നുള്ള ഒരു പ്രസ്താവനയെ നമുക്ക് തന്നെ കാണാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഇതുവരെ ഉണ്ടായ ഒരു ഭീകരാക്രമണവും പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടില്ല. അതിൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് കുരുത്തതാണെന്ന് പോലും അവർ സമ്മതിച്ചിട്ടില്ല. കസാബിനെ പിടികൂടിയതുകൊണ്ട് ഒരു തെളിവായി നമ്മുടെ കിട്ടി, അല്ലെങ്കിൽ ഹെഡ്ലിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മറ്റൊരു തെളിവിൻ്റെ ഒരു ശകലമുണ്ട്. ഈ ത്രെഡുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ നമ്മൾ തെളിവിനായി കാത്തു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉണ്ടായേക്കാവുന്ന ഒരു ഹ്യൂ ആൻഡ് ക്രൈ ഉണ്ട്. അവിടെയാണ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ താൽക്കാലിക സീസ്ഫയറിലേക്കും 12-ാം തീയതി ഒരു പക്ഷേ എന്ത് തീരുമാനം വരുമെന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. അതിനിടയിലുണ്ടാവുന്ന കാലഘട്ടം ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ സർക്കാർ എത്ര ജാഗരൂകരായിരുന്നോ ആ ജാഗ്രത കൈവിടാതെ കാത്തു സൂക്ഷിക്കണമെന്നും കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നതുമാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ 1-2 കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇതിനിടയിൽ സ്ട്രൈക്കിംഗ് ക്യാപ്പബിലിറ്റി നമ്മൾ കാണുകയുണ്ടായി. നമ്മൾക്ക് പാകിസ്ഥാൻ്റെ ഏകദേശം എല്ലാ നഗരങ്ങളും അങ്ങ് പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ പെഷവാർ മുതൽ ഇങ്ങോട്ട് ഇസ്ലാമാബാദിനടുത്ത് വരെയും നമ്മൾക്ക് നമ്മുടെ ചില വിമാനങ്ങൾ എത്തുക മാത്രമല്ല നമുക്ക് ചില കേന്ദ്രങ്ങൾ നമുക്കത് പുറത്ത് വിട്ടാൽ കേന്ദ്രങ്ങൾ നമുക്ക് ടാർഗറ്റിൽ നമുക്ക് ഡിസ്ട്രക്ഷൻ നടത്താനും പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. അതൊക്കെ ഇരിക്കെ തന്നെ 2 ആണവ ആയുധങ്ങൾ കയ്യിലുള്ള രാജ്യങ്ങളാണ്. അപ്പം നമ്മൾ 2 കൂട്ടർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വെറുമൊരു സ്ക്രിമിഷോ അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ വാർഫെയറിനോ അപ്പുറം പോയി കഴിഞ്ഞാൽ അത് ലോകത്തിനുണ്ടാക്കുന്ന ഒരു ആപത്ത് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ ആവാത്ത വലുതാണ്. അവിടെയാണ് എനിക്കൊരു സംശയമുള്ളത് ഹരി. പാകിസ്ഥാൻ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭീതി ഉണ്ടാക്കുന്ന സന്ദേശം കൊടുത്തിട്ടുണ്ടാവുമോ? ഇത്ര ധൃതിയോടെ അമേരിക്ക ഇടപെട്ടു എന്ന് അവർക്ക് അവകാശപ്പെടുമ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു സന്ദേശം അമേരിക്ക നൽകിയിട്ടുണ്ടാവുമോ? കാര്യം ഇന്ത്യയിലെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു നേതൃത്വത്തിൻ്റെ കയ്യിലല്ല പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്കയുടെ മുൾമുനയിൽ അമേരിക്ക നിർത്തി അവരെ കൊണ്ട് ഇടപെടുത്തിയ ഒരു കാര്യമുണ്ടോ? ഇതെല്ലാം എന്തായാലും കുറേയേറെ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, നേരത്തെ ഹരി സൂചിപ്പിച്ച മാതിരി ഒരു സ്ട്രക്ചേർഡായിട്ട് ഒരു സീസ്ഫയറിലേക്ക് നടന്നെടുത്തതല്ല. ഒരു സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി അതിൽ നിന്ന് താൽക്കാലികമായി തീരുമാനം എടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തീരുമാനം നല്ല തീരുമാനമാണ്. കാര്യം ഇന്നലെ രാത്രി ഇന്ത്യയിലുണ്ടായ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടാണ്. ഇതിൻ്റെ 10 മടങ്ങായിരിക്കും പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ജനങ്ങളാണ് ഇതിനിടയിൽ പെട്ടുപോകുന്നത്. ഒരമ്മയും നാളെ മദേഴ്സ് ഡേയുമാണ്. ഈ മദേഴ്സ് ഡേയിൽ നാളെ ഒരു അമ്മയെങ്കിലും നഷ്ടപ്പെട്ട മകനെയോ മകളെയോ, കാരണം ഒരു പട്ടാളക്കാരൻ മാത്രമായിരിക്കില്ല ഇത്തരം സാഹചര്യത്തിൽ മരണത്തിന് കീഴ്പ്പെടുക അല്ലെങ്കിൽ വീരമൃത്യു വരിക്കുക. ഇത്തരം സാഹചര്യത്തിൽ ആർക്കും എന്ത് നഷ്ടവും വരാം. അപ്പോൾ ഒരു അമ്മയെങ്കിലും നാളെ കരയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റും 2 ദിവസം. ആ രീതിയിൽ നല്ലതാണ്. പക്ഷേ ഈ കാത്തിരിപ്പിന് ശേഷം നിത്യസമാധാനമാണ് കാംക്ഷിക്കുന്നത്. അതിൽ നിന്ന് കൂടുതൽ മോശമായ ഒരു ദിവസങ്ങളിലേക്ക് വീണ് പോകരുത് എന്നൊരു പ്രത്യാശ എനിക്കുണ്ട്. തീർച്ചയായിട്ടും എടുത്തു നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പാകിസ്ഥാൻ അസ്ഥിരപ്പെട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ പ്രധാനമാണ്. ഒന്ന് ഈ ന്യൂക്ലിയർ വെപ്പൺ അല്ലാതെ ഹോൾഡ് ചെയ്യുന്ന ആരായിരിക്കും എന്നുള്ള ഉത്തരവാദിത്തമില്ലാത്തൊരു ഗ്രൂപ്പിൻ്റെ കൈ കിട്ടാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഭീഷണി വലുതായിരിക്കും. രണ്ടാമതൊരു മുമ്പ് വായിച്ചതുപോലെ ഒരു ആണവ യുദ്ധം ഫുൾ സ്കെയിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആണവ യുദ്ധം ഉണ്ടായാൽ അവർക്കൊന്നും പാകിസ്ഥാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല. അവരൊരു വെറും ദുർവാശയല്ലേ, ഒരു ദുരഭിമാനം കൊണ്ട് മാത്രം യുദ്ധം ചെയ്യുന്ന രാജ്യമാണ് തെളിഞ്ഞു കഴിഞ്ഞാണ്. രാഷ്ട്രീയ നേതൃത്വം ദുർബുദ്ധി ഉപദേശിക്കാൻ അൽ-ഖ്വയ്ദ പോലുള്ള സംഘങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഈ പട്ടാള മേധാവി അസീം മുനീർ പോലും പറഞ്ഞിരിക്കുന്ന ജിഹാദ് എന്നാണ്. ഒരു വലിയ രാജ്യത്തിൻ്റെ പട്ടാള മേധാവി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കാണ് ഒരു താലിബാൻ മേധാവി പറയുന്ന പോലെയാണ് പറയുന്നത്. ഒരു വലിയൊരു ആണവ യുദ്ധം ഉണ്ടായാൽ ഏകദേശം ഒരു 30 ദിവസം കൊണ്ട് ലോകമാകെ അതിൻ്റെ ഒരു ആറ്റോമിക് വിൻഡർ വരികയും ലോകത്താകെയുള്ള 20 ദിവസം കൊണ്ട് ലോകത്താകെയുള്ള കൃഷിഭൂമികൾ ഇല്ലാതാവുകയും ഒരു മാസം കൊണ്ട് മനുഷ്യർ മരിച്ചു തുടങ്ങുകയും ചെയ്യും എന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻ ഈ ആണവ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഡോക്യുമെൻ്ററി പറയുന്നു. അത് വളരെ പ്രധാനമാണ്. എടുത്ത് പറഞ്ഞ പോലെ ഒരു മാതൃദിനത്തിൽ എബ്രപ്റ്റ് ആയെങ്കിൽ പോലും ഈ ഒരു സംഘർഷം അവസാനിക്കുന്നത് എല്ലാ ജീവനും വിലയുള്ളതാണ്. ഓരോ ജീവനും വിലയുള്ളതാണ്. കഴിഞ്ഞ ദിവസം 2 ഇരട്ട കുട്ടികളാണ് മരിച്ചത് ആ സ്കൂളിൽ. കണ്ടാൽ അത് കേരള മിഷണറിമാർ നടത്തുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ക്രൈസ്റ്റ് സ്കൂൾ. അതെ, ഇത്രയും സംഘർഷമുള്ള സ്ഥലത്ത് പോയി മിഷണറിമാർ ഒരു സ്കൂൾ നടത്തുമ്പോൾ അവരൊരിക്കലും അവിടുത്തെ പുതിയ ഭാവി തലമുറയ്ക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക എന്ന ഒറ്റ ആഗ്രഹത്തിലായിരിക്കും അവരവിടെ പോകുന്നത്. അവരുടെ കൺമുന്നിലാണ് ഈ 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത്. എന്നാലൊരു കാര്യം തീർച്ചയാണ്, അഹിംസയാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം. ലോകത്തിന് നൽകിയ ഗാന്ധി നൽകിയ ഇന്ത്യ ലോകത്തിന് പറഞ്ഞ ആയുധം എന്നൊരു സംശയമില്ല.
പക്ഷെ അഹിംസ എന്നത് നമ്മുടെ ഏതറ്റം വരെയും നമ്മൾ അപമാനിക്കാനും അത് നമ്മളൊരു നിസ്സഹായ അവസ്ഥയല്ല എന്ന് തെളിയിക്കുന്നത് കൂടിയായി നമ്മുടെ ഇന്ത്യൻ ഇവിടെ രണ്ട് ചോദ്യം കൂടെ ചോദിക്കേണ്ടതുണ്ട്. രണ്ട് ചോദ്യം കൂടെ ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഉത്തരം ലഭിക്കേണ്ടത്. ഒന്ന്, അസീം മുനീറിൻ്റെ ഈ പ്രസ്താവന, ഇത്ര തീവ്രമായ പ്രസ്താവന വന്ന ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിച്ച അതേ പദം, കോമൺ സെൻസ് ഉള്ള ഏതൊരാളും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ത് എന്ന രീതിയിൽ ഒരു അന്വേഷണം നോക്കേണ്ടതായിരുന്നു. അവിടെ എവിടെയോ ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ടു കോൺഫിഡൻ്റ് ആയിരുന്നോ? പല പട്ടാള മേധാവികളും കൈയടിക്ക് വേണ്ടി പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാത്രമായിരുന്നു അത് നമ്മൾ അസ്യൂം ചെയ്തെന്ന് തോന്നുന്നു. കാരണം അതിന് തൊട്ടു പിന്നാലെയാണ് പഹൽഗാം ഉണ്ടാകുന്നത്, 6 ദിവസത്തിന് ശേഷം പഹൽഗാം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ എവിടെയോ ഇന്ത്യ റീഡിങ് തെറ്റിയോ? ഇതിനൊരു ഉത്തരവ് ഇന്ത്യക്ക് ലഭിക്കേണ്ടതുണ്ട്. രണ്ടാമത്, ഈ സീസ് ഫയറിലേക്ക് നയിച്ചത്, ഈ സീസ് ഫയർ നയിക്കുകയും അതിൽ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജോടെ ആണോ കിട്ടിയതെന്നുള്ളത്, അങ്ങനെ ആവട്ടെ, എങ്കിൽ തന്നെ അത് രാഷ്ട്രത്തോട് വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. ആ വിശദീകരണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തുനിന്നെങ്കിലും വരണം. ഏറ്റവും കുറഞ്ഞത് ഉത്തമമായി അത് തരേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണ്. അല്ലെങ്കിൽ രാജ്നാഥ് സിംഗ് എങ്കിലും ദേശത്തിനോട് എന്താണ് ഇതിലേക്ക് നയിച്ച കാര്യങ്ങളെന്നും ഇതിന് ശേഷം വരാൻ പോകുന്നത് പ്രത്യാശയാണോ നിരാശയാണോ എന്ന് എങ്കിലും നമ്മളെ അറിയിക്കേണ്ട കടമ കേന്ദ്ര സർക്കാരിനുണ്ട്. എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഒരു വലിയ സംഘർഷം അവസാനിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. കാരണം ശരി, മറ്റൊരു സംഘർഷം കൂടി നമ്മുടെ ലോകക്രമത്തിൽ താങ്ങാൻ കഴിയില്ല എന്നുള്ളത് ഒരു സംശയമില്ല. പ്രത്യേകിച്ച് വിശാലമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷം എന്തായാലും താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. നമുക്കത് വലിയ ആശ്വാസമുണ്ട്. സമാധാന പ്രേമികളായ എല്ലാവർക്കും, ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള സാധാരണക്കാർക്ക് ഒരു ആശ്വാസമായ വാർത്തയാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കിനി കാത്തിരുന്ന് കാണാവുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.